അല്ലച്ചാ ഞങ്ങള് നാളെ കിച്ചുവിന് എക്സാം ഉണ്ട്. പൊട്ടിച്ചോ ഇതുകൂടെ കൊണ്ടക്കടി മൂന്നെണ്ണാവൂലേ ഒന്നുകൂടെ തട്ടേ കൊണ്ടേ കൊണ്ടക്കടി എന്നാ വെക്കും മൂന്നെണ്ണം. ഓക്കേ കൊണ്ടുവച്ചു. ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നത് മക്കളുടെ വല്യച്ഛൻ്റെ വല്യമ്മേൻ്റെ വീട്ടിലാണ് കേട്ടോ. രാവിലെ എണീറ്റ് വന്നപ്പോഴുള്ളൊരു വീഡിയോ എടുക്കുകയാണ്. നമുക്കിന്ന് കഴിക്കാനായിട്ട് ഇഡ്ഡലിയും അതുപോലെ തന്നെ തേങ്ങാ ചട്നി സാമ്പാറൊക്കെ ഉണ്ട്. ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്, വീട്ടിലുണ്ടാക്കിയതല്ല കേട്ടോ. ഇന്ന് ശ്രീകുട്ടീൻ്റെ 7ാം മാസത്തിലെ കൂട്ടിക്കൊണ്ടുപോകൽ ചടങ്ങാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. നമ്മൾ തലേദിവസം ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ മോർണിംഗിലെ വീഡിയോ ആണ് ഞാൻ കാണിക്കണത് കേട്ടോ. രാവിലെ ആ സമയം ഞാൻ എണീറ്റ് 5:15 ആയിട്ടുണ്ട്. അതിന് നേരത്തെ അവരൊക്കെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉണ്ണി വിളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് നേരത്തെ എണീറ്റത് ശ്രീകുട്ടിക്ക് അമ്പലത്തിൽ പോകണം. അമ്പലത്തിൽ പോയി കഴിഞ്ഞിട്ട് ഇവർക്ക് ഇവിടുന്ന് 9:05 ആകുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങണം. ഷൊർണൂരിൽ നിന്ന് 10 മണിക്കുള്ള വന്ദേ ഭാരത് ട്രെയിൻ ഉണ്ടല്ലോ, 5 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് എത്തണേ. അതിനാണ് അവർ പോണേ കേട്ടോ. ഒരാൾക്ക് 850 ഒക്കെയാണ് തോന്നുന്നത് ടിക്കറ്റ്. പുറത്തേക്ക് നോക്കുമ്പോൾ ഇരുട്ട് തന്നെയാണ് കേട്ടോ, വെളിച്ചം വെച്ചില്ല. ഇതൊക്കെ ഇന്നലെ അവർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്, 7 കൂട്ടം പലഹാരങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ശ്രീകുട്ടി കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി മാത്രം അവളൊരു സെറ്റ് സാരി എടുത്തതാണ് കേട്ടോ. ഇനി അവർ അമ്പലത്തിൽ പോയി വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് കുളിച്ചൊക്കെ റെഡിയാവണം. അവളെ അമ്മയും അവളെ അച്ഛനും പിന്നെ അവരുടെ ഒരു അപ്പൂപ്പനും അവരും കൂടിയാണ് പോണേ. അവർ പോയ സമയം കൊണ്ട് പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ചേച്ചീൻ്റെ നൈറ്റിയാണ് കേട്ടോ ഇട്ടത്. പിന്നെ ഇവിടെ വന്നപ്പോൾ ഇവിടെ വീട്ടിൽ നിന്ന് ഇടാനായിട്ട് ഡ്രസ്സൊന്നും അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ വരുമ്പോൾ ചേച്ചിയുടെ ഡ്രസ്സ് ഇടാന്നുള്ള രീതിയിലാണ് കേട്ടോ. രാത്രി ചെറുതായിട്ടൊന്ന് മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് മുറ്റം അങ്ങനെ ചെറുതായിട്ടൊന്ന് നനഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ചേച്ചിക്ക് രാവിലെ അടിച്ചൊരിപ്പം എളുപ്പമായി, കാരണം പൊടി വാങ്ങില്ലല്ലോ. ഇതപ്പോൾ ചേട്ടൻ ദിലീപേട്ടൻ ചേച്ചീൻ്റെ അമ്മേനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അവരെല്ലാവരും രാത്രി ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. അമ്മയും ചേച്ചീൻ്റെ ഏട്ടനും അവരെ നാത്തൂനും അമ്മായിമാരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ എല്ലാവരും കിടക്കുന്ന സമയത്ത് എല്ലാവരും പോയി. എല്ലാവരും കൂടെ ഉണ്ടാകുമ്പോൾ കിടക്കാനുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഒരു കിടക്കാൻ പോയി. അപ്പോൾ രാവിലെ ഏട്ടൻ കൂട്ടിയിട്ട് വരാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. മക്കൾ രണ്ടാളും പല്ലൊക്കെ തേച്ച് കുളിച്ചിട്ടില്ല. ഇവിടെ വെള്ളത്തിന് ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ, കാരണം വെള്ളം കുറവാണ്. നമ്മളവിടെ ലാവിഷായിട്ട് ഉപയോഗിക്കുന്ന അത്രയും തന്നെ വെള്ളമല്ല. അപ്പോൾ ഞാനൊക്കെ ഇപ്പോൾ ഏത് സാഹചര്യത്തിൽ നമ്മളൊക്കെ കുറച്ച് ഇതായല്ലോ, ഏത് സാഹചര്യത്തിലും ജീവിച്ച് പോകാൻ പഠിച്ച ആൾക്കാരായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാലൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുമല്ലോ. അപ്പോൾ ഞാൻ കിച്ചോടും തത്തേനോടും കൂടെ കുളിക്കേണ്ട, കൈയും കാലം കഴുകിയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. കാരണം അവർക്ക് കുളിക്കണമെങ്കിൽ നല്ല വെള്ളം വേണം. നമ്മളെന്തായാലും ഇന്ന് ഇവിടുന്ന് ഇറങ്ങും പോകുമല്ലോ. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് കുളിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും എന്താ അവരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്പലത്തിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചന്ദനക്കുരയൊക്കെ തൊടുകയാണ്. ഇനിയിപ്പോൾ പോണ സമയത്ത് ശ്രീകുട്ടി ചുരിദാർ എടുത്തിട്ട് കേട്ടോ. നമ്മൾ വലിയൊരു ചടങ്ങൊന്നുമില്ല, വളരെ ചെറിയ ചടങ്ങാണ്. ജസ്റ്റ് ആ ഒരു എന്താ പറയുക, 1-2 ചടങ്ങ് മാത്രം കഴിച്ചിട്ട് അവർ പോകണം. കാരണം കറക്റ്റ് 9:05 ആകുമ്പോൾ ഇറങ്ങണം. അവർക്ക് അവിടെ അതുപോലെ തന്നെ കയറി ചെല്ലണ ഒരു സമയമുണ്ട്, എല്ലാം ഉണ്ട്. നമ്മളിവിടെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചടങ്ങ് നടത്താൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ വലിയ രീതിയിലുള്ള ചടങ്ങൊന്നുമില്ല. ജസ്റ്റ് അവിടെ എഴുതിയിട്ട് അവർ കൊണ്ടുവന്ന പലഹാരത്തിൽ നിന്ന് 7 കൂട്ടം പലഹാരമാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതൊക്കെ നമ്മുടെ നാട്ടിൽ അതേപോലെ തന്നെയാണ്. പക്ഷേ ആ പലഹാരങ്ങൾ കറക്റ്റായിട്ട് ഇന്ന പലഹാരം തന്നെ വേണം എന്നുള്ള ആ രീതിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവർക്ക്. അപ്പോൾ അതിൽ നിന്നെല്ലാം കുറേശ്ശെ എടുത്ത് വെച്ചിട്ട് ഇവക്ക്, അതായത് പിന്നെ ശ്രീകുട്ടിക്ക് കൊടുക്കുക. എല്ലാവരും ഇപ്പോൾ വീട്ടിലുള്ളവരെല്ലാവരും കൊണ്ടുവന്ന പലഹാരത്തിൽ നിന്നെല്ലാം കുറേശ്ശെ എന്താ പറയുക, ശ്രീകുട്ടി അമ്മയാകാൻ പോകുന്ന ശ്രീകുട്ടിക്കും അച്ഛനാകാൻ പോകുന്ന ഉണ്ണിക്കും നമ്മൾ കൊടുക്കണം. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല വീഡിയോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശ്രീകുട്ടീൻ്റെ അമ്മയാണ് കേട്ടത്. അപ്പോൾ രമ്യ ചേച്ചി ഇതെല്ലാം എടുത്ത് ഒരു പാത്രത്തിൽ ഇട്ട് വയ്ക്കണം. അതിൻ്റെ ആ പാത്രം വരെ അവർ കൊണ്ടുവന്നാട്ടോ, ഒരു ഉരുളി അതെല്ലാം ഇട്ട് വെച്ചിട്ട് നിലവിളക്കിൻ്റെ മുമ്പിൽ വെച്ചിട്ട് 2 പേർക്കും കൊടുക്കുക. അത്രേ ഉള്ളായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. നമ്മൾ ഇഡ്ഡലിയും സാമ്പാറും ചട്നി പുറത്ത് ഏൽപ്പിച്ചിട്ട് അങ്ങനെ വാങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം ഇവിടെ കുക്ക് ചെയ്യാന്നുള്ളത് കുറച്ച് റിസ്ക് ആയതുകൊണ്ട്, കാരണം അത്രയും നേരത്തെ ആവണം. പിന്നെ വെള്ളത്തിന് ചെറിയ പ്രശ്നം കൂടി ഉള്ളതുകൊണ്ടായിരുന്നേ. അപ്പോൾ കാപ്പിയൊക്കെ കുടിച്ചിട്ട് പിന്നെ കറക്റ്റ് 9:05 ആകുമ്പോഴത്തേക്കും അവരിറങ്ങും. പിന്നെ അവർ കൊണ്ടുവന്ന 7 തരം പലഹാരത്തിന് അതിനെല്ലാം കുറേശ്ശെ എടുത്തിട്ട് അവർക്ക് തിരിച്ചു കൊടുത്തയക്കും കൂടെ ചെയ്യും. പിന്നെ ഈ ഭാഗത്ത് നമ്മൾ അവിടുത്തെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചീൻ്റെ വീടിൻ്റെ അടുത്തുള്ളവർക്കൊക്കെ ആർക്കാണോ കൊടുക്കാൻ വിചാരിച്ച് അവർക്കെല്ലാം കൊടുക്കും. പിന്നെ വന്നിട്ടുള്ള നമ്മുടെ ബന്ധുക്കൾക്കും അങ്ങനെയും കൊടുത്തു വിടും കേട്ടോ. ഈ നുറുക്ക് ഐറ്റംസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അച്ചപ്പം, നുറുക്ക്, പിന്നെന്താ നെയ്യപ്പം, പിന്നെന്താ മോദകം. അതായത് മോദകമല്ല, അവർ പറയാം മുന്തിരിക്കുത്ത്, അങ്ങനെ എന്താണ് അതിന് നമ്മളിവിടെ പറയാം മോദകം എന്നാണ്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ശ്രീകുട്ടി പോണ സമയത്ത് ചുരിദാറിൽ മാറ്റിയിട്ടോ, സാരി എടുത്ത് അത്രയും ദൂരം യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടായതുകൊണ്ട് ചുരിദാറൊക്കെ ഇട്ടു. അപ്പോൾ അവർ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുകയാണേ.
ആദ്യം എന്താ പറയുക ചേച്ചിയും തത്തയും കൂടെ അവിടെ വഴിയിൽ പോയി നിൽക്കേണ്ട ഒരു മൊന്തയിൽ വെള്ളമൊക്കെ ആയിട്ട് ഇവർ വഴി കടന്നു പോയതിന് ശേഷം തിരിഞ്ഞു നോക്കാതെ അവർ ആ വെള്ളമായിട്ട് അകത്തേക്ക് കയറി വരണം. അങ്ങനത്തെ ചെറിയ ചടങ്ങുകളൊക്കെയാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. പല സ്ഥലത്തും പല ആചാരങ്ങളായിരിക്കും. ഇത് പിന്നെ എത്രയും ഒതുക്കിയതെന്ന് പറഞ്ഞാൽ അത്ര ലോങ് ആയതുകൊണ്ടാണ്. ഒരു സമയത്ത് ഇവിടുന്ന് ഇറങ്ങണം. കാരണം അവർ രാവിലെ അമ്പലത്തിൽ പോയി പിന്നെ 9 മണിക്ക് ഇവിടുന്ന് ഇറങ്ങണം എന്നുള്ളതുകൊണ്ട് തന്നെ ആ ഒരു സമയത്തിനുള്ളിൽ ഇവർക്ക് കാപ്പിയൊക്കെ കഴിക്കണം. പിന്നെ ചടങ്ങ് വളരെ ചെറിയ ചടങ്ങായിട്ട് ഒതുക്കി. അവിടെ നിന്നും അധികം ആളുകളൊന്നും വന്നിട്ടില്ല കേട്ടോ. ദൂരെ കൂടുതലായതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അവർ ഇറങ്ങുകയാണ്. ഇവരെ ഷൊർണൂർ വരെ കൊണ്ടുവിടുകയാണ് കേട്ടോ. അവിടെ നിന്നാണ് അവർ വന്ദേ ഭാരത് ട്രെയിനിന് പോകുന്നത്. അത് 5 മണിക്കൂർ കൊണ്ട് അവിടെ എത്തും. പിന്നെ അതാ ഞാനും ചേച്ചി മാത്രമേ ചായ കുടിക്കാൻ ബാക്കിയുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അവരൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഞാനും ചേച്ചിയും ചായ കുടിക്കാനിരുന്നത്. ഞങ്ങളെ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താ നമ്മളിനി 12:45 ഇവിടെ നിന്ന് ഇറങ്ങും. 2:30ക്കാണ് നമുക്ക് ട്രെയിൻ. 2:30 2:20 2:15 ഷൊർണൂരിൽ നിന്ന് ട്രെയിൻ ഉള്ളത്. അപ്പോഴത്തേക്ക് നമുക്ക് കൊണ്ടുപോകാനുള്ളതെല്ലാം ചേച്ചിയുടെ പാക്ക് ആക്കണേ വേണ്ടാന്ന് പറഞ്ഞിട്ടൊന്നും കേൾക്കണില്ല. നമുക്കിതൊക്കെ ഇപ്പോൾ കിട്ടും, പൈസ കൊടുത്ത് വാങ്ങണമെന്നേ ഉള്ളൂ. അപ്പോൾ പപ്പായ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചേച്ചി കപ്പളങ്ങല്ലേ അത് പിന്നെ പറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു പൈനാപ്പിൾ, അവിടെ ഒരു പൈനാപ്പിളിൻ്റെ തോട്ടം എന്തോ ഉണ്ട്, അപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ 2 മതി എന്ന് പറഞ്ഞിട്ട് ഒന്നും കൂടെ കൊണ്ടുപോയിക്കോന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ 3 വിൽക്കുകയാണ് കേട്ടോ. കൊട്ടിച്ചോ എത്ര വേണം? 2 മതി. ഈ 2 മതി. ഇപ്പം എടുത്ത് വെച്ച് 2 മതി. 3 വേണ്ടേ? എന്നാ വെക്കി 3 വെക്കി. അത് മതി. പഴുത്തതാണ്. ഇത് മതി. വർഷാപ്പിലെ അമ്മമ്മയെ കൊണ്ടുപോകുമ്പോ പോരെ. അപ്പൊ നമുക്ക് അമ്മമ്മ വൈകുന്നേരം അവർക്ക് പോയി. അവര് അങ്ങനെ ആക്കി കൊണ്ടുപോയി കൊണ്ടില്ല. വീട്ടിൽ വന്നില്ല. പലതാരം അമ്മമ്മ കൊണ്ടുപോ കൊടുക്കാം. ഷർട്ട് വാങ്ങിയാണ് കേട്ടോ. അതിവിടെ വന്നിട്ട് പോയത്. പോയി അത് ശനിയാഴ്ച. കുറച്ച് കഴിയുമ്പോ പറഞ്ഞാൽ അതിന്റെ അടുത്ത് വലിയച്ചോട് പറഞ്ഞിട്ടേ പോവാണ്. വലിയച്ചാ ഞങ്ങള് നാളെ കിച്ചുവിന് എക്സാം ഉണ്ട്. ഞങ്ങളിനി വരണ്ട് പിന്നെ വരണ്ട്. എന്നാ ഓക്കെ. അങ്ങനെ നമ്മൾ പിന്നെ വീട്ടിലെത്തിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഞാൻ കാണിക്കണേ. 4:10 4:15 ആയപ്പോഴത്തേക്കും നമ്മളിവിടെ പൂക്കുടുംബത്ത് വീട്ടിലെത്തിയിരുന്നു. ഇനി അവിടെ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം റെഡിയാക്കി എടുത്ത് വെക്കണം. അപ്പോൾ ഞാനിനി ഒന്ന് കുളിക്കണം. അപ്പോൾ അതിന് മുന്നേ ഇതൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ എന്ന് വിചാരിച്ചു. വന്ന പാടെ മോട്ടർ ഓൺ ചെയ്തിട്ടാണ് കേട്ടോ കയറിയത് തന്നെ. താഴേന്ന് അവിടെ താഴെ നമുക്ക് പ്ലഗ് ഓൺ ചെയ്യണം. പിന്നെ എന്നിട്ടാണ് നമ്മളെ റൂമിൽ വന്നിട്ട് നമുക്കത് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പോൾ അതും ചെയ്തു. അപ്പോൾ വെള്ളം നിറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ ബാത്റൂം തുറന്നിട്ട് പൈപ്പ് ഒന്ന് ഓൺ ചെയ്ത് കൊടുത്തിട്ടോ, ബക്കറ്റിലേക്ക് വെള്ളം പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഇനി അവിടേക്ക് കൊണ്ടുപോയതെന്ന് പറയാൻ അങ്ങനെ ഇട്ടുപോയ ഡ്രസ്സും നമ്മളെ പാൻറ്റീസ് അങ്ങനത്തെ ഐറ്റംസ് മാത്രമേ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കഴുകാനുള്ളതല്ല ഞാൻ പുറത്തേക്ക് എടുത്തിട്ടാണ്. പിന്നെ നമ്മൾ മേക്കപ്പ് സാധനം അങ്ങനെയുള്ള ഐറ്റംസും ചാർജറും അങ്ങനെയൊക്കെ നമ്മൾ എടുക്കുമല്ലോ, ബ്രഷ് അങ്ങനത്തെയൊക്കെ. അപ്പോൾ അതെല്ലാം ഇനി ഒന്ന് റെഡിയാക്കാനുണ്ട്. മക്കൾ 2 കുളിക്കാൻ വേണ്ടിയിട്ട് അവർ ഇവിടുന്ന് പോയിട്ട് മേല് കഴുകാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഭാരതപ്പുഴയിലൊന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് തല നനച്ച് വന്നാലും ശരിക്കൊന്നും ക്ലീൻ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ലല്ലോ. അപ്പോൾ അവർ തലയിലൊക്കെ എണ്ണ ഇടുകയാണ് 2 കൂടെ. പുറത്തവിടെ ബാൽക്കണിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അവിടുന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ പുറത്തേക്ക് എടുത്ത് വെക്കട്ടെ. നമ്മൾ അവിടുന്ന് ചോറുണ്ടിട്ടില്ല. ചോറുണ്ണാത്തത് കൊണ്ട്, കാരണം 12:30 ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അതിൻ്റെ തൊട്ട് മുമ്പേ എല്ലാവരും ചായ കുടിച്ചത്. പിന്നെ ഈ ചക്കയും അതുപോലെ ഓരോ ഫ്രൂട്ട്സും ബേക്കറി ഐറ്റംസൊക്കെ മക്കൾ കഴിച്ചിട്ട് അവർക്ക് ആർക്കും ഫുഡ് വേണ്ട. ചേച്ചിയാണെങ്കിൽ നമ്മൾ ചോറുണ്ടിട്ടേ പോകും എന്നുള്ള രീതിയിൽ ചോറെല്ലാം വെക്കുകയും ചെയ്തു. അപ്പോൾ പിന്നെ എന്ത് ചെയ്തു, ചേച്ചി പാത്രത്തിലാക്കി തന്നു ചോറ്. ഇനിയിപ്പോൾ ചെന്നിട്ട് ചോറ് വെക്കണ്ടല്ലോ എന്നുള്ള രീതിയിൽ കേട്ടോ. അതാണ് ഈ പാത്രത്തിൽ ചോറ് ഇരിക്കണത്. പിന്നെ അവിയൽ, അത് അത്രയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കുറച്ച് അവിയലും കൂടെ എടുത്തു. പിന്നെ കുറച്ച് കുരുമുളക്, ഈ കുഞ്ഞു ബോട്ടിൽ കുരുമുളകാണ്. പിന്നെ അതുപോലെ തന്നെ കൊടംപുളി, ഒരു ചെറിയ കവറിലാക്കി കൊടംപുളി വന്നിട്ടുണ്ടായിരുന്നു. ഇത് കൊടംപുളിയാണ് കേട്ടോ. പിന്നെ നമ്മളെ മുളകില്ലേ, എന്താ പറയുക, വറ്റൽമുളകല്ല, വറുത്ത മുളക്, ഇതിന് എന്താ പറയുക ചില സമയത്ത്, കൊണ്ടാട്ട മുളക്, അതും ചേച്ചി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ.
അങ്ങനെ ഒരുപാട് സാധനങ്ങളായിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് കാറിലാണ്, പിന്നെ ട്രെയിനിലാണ്, അവിടെ നിന്ന് ശേഷം നമ്മളെ വണ്ടിയിലൊക്കെയല്ലേ പോകുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടുന്ന് കൊണ്ടുവന്ന പലഹാരം ഉണ്ടല്ലോ, ബേക്കറി ഐറ്റംസ്, ശരിക്കും അത് എന്താ പറയുക, ഈ മക്കളൊന്നും തിന്നൂല കേട്ടോ. കാരണം എല്ലാ മക്കളും എനിക്ക് അങ്ങനത്തെ നുറുക്ക് അങ്ങനത്തെ ഐറ്റംസിനോടൊന്നും താല്പര്യമില്ലാത്ത മക്കളായിരിക്കും എല്ലാവർക്കും. അപ്പോൾ ഇത് പിന്നെ ഒരു ചടങ്ങിൻ്റെ ഭാഗമാണല്ലോ, അവർ കൊണ്ടുവന്ന സാധനങ്ങൾ എല്ലാവർക്കും ഒരേപോലെ കൊടുക്കുക. അപ്പോൾ അതെന്തായാലും നമ്മൾ കൊണ്ടുവരണമല്ലോ. അപ്പോൾ ഞാനിനെല്ലാം ഒന്ന് എടുത്ത് വെക്കട്ടെ കേട്ടോ, ഒക്കെ ഒന്ന് പാത്രത്തിലേക്ക് തട്ടിയിട്ടെ. ഇതോരോ വലിയ ബോട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇട്ട് വെക്കണം, അല്ലെങ്കിൽ കേടായിപ്പോവും. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ. എന്നിട്ട് ഇവിടെ നടിച്ചു വാരണം, തുടച്ചിടണം. അതും കൂടെ കഴിഞ്ഞിട്ട് വേണം കുളിക്കാൻ. ആദ്യം ഈ കവറിൽ ഇതേപോലെ വെച്ചാൽ ഇതിൻ്റെ ബാക്കിയുള്ള പരിപാടികളൊക്കെ ഞാൻ അടിച്ചു പോരി തുടക്കലിൻ്റെ കുളിയും കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്ക് അതേപോലെ ഇരിക്കല്ലേ, അപ്പോൾ ചൂടും കൂടില്ല. അപ്പോൾ ഇതിൽ നിന്ന് അങ്ങോട്ട് മാറ്റി പുറത്തേക്ക് വെക്കാന്നുള്ള രീതിയിലാണ് കേട്ടോ എല്ലാം റെഡിയാക്കണത്. പിന്നെ നമ്മൾ പോയിട്ട് പെട്ടെന്ന് വരാൻ കാരണം ഞങ്ങൾ ഞായറാഴ്ചയാണ് പോയിട്ടുണ്ടായിരുന്നത്. തിങ്കളാഴ്ച നമ്മൾ പോകും, തിങ്കളാഴ്ച വൈകുന്നേരം ആയപ്പോഴാണ് നമ്മൾ പോകുന്നത്. ചൊവ്വാഴ്ച കിച്ചുമോൾക്ക് എക്സാം 28-ാം തീയതി എക്സാം തീരേണ്ടതാണ്. പക്ഷേ ആ എക്സാമാണ് പിന്നീട് അവർ മാറ്റി വെച്ചു എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇത്രയും ലാസ്റ്റിലേക്ക് വന്നത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് രണ്ട് ദിവസം കൂടെ നിന്നിട്ട് വരാൻ പറ്റുമായിരുന്നു. അപ്പോൾ അതാണ് വല്യച്ഛൻ ഞങ്ങൾ പോരുന്ന സമയത്ത് പോരണ്ടെന്ന് പറഞ്ഞത്. കാരണം വല്യച്ഛൻ ഇവരെ അവിടെ കൊണ്ടുവിടാൻ പോയിട്ട് പിന്നെ വല്യച്ഛൻ്റെ സൈറ്റിലേക്ക് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡ്യൂട്ടിക്ക് കയറണം എന്നുള്ളതുകൊണ്ട് വല്യച്ഛൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ ഫോണിൽ കൂടെയാണ് പറഞ്ഞത് പോരുകയാണെന്നുള്ളത്. അല്ലെങ്കിൽ നമുക്ക് 2 ദിവസം നിന്നിട്ട് പതുക്കെ പോന്നാൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ അവിയൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ലേ, അതൊരു ഇലയിലായിരുന്നു കേട്ടോ, പേപ്പർ വാഴയിലല്ല അതിലൊന്നും. അപ്പോൾ ഞാനതൊന്ന് ചൂടാക്കാൻ വെച്ചതാണ്. പിന്നെ ചോറ് ചേച്ചി പറഞ്ഞിരുന്നു ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ എന്ന് പറഞ്ഞിരുന്നു. കാരണം ഒരു ഹാഫ് കുക്കായപ്പോഴാണ് ചേച്ചി അത് നമുക്ക് പാത്രത്തിലാക്കി തന്നത്. പക്ഷെ അത് ഇവിടെ വന്നിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ആ പാത്രത്തിൽ അങ്ങനെ ചൂടോടെ അടച്ച് വെച്ചതുകൊണ്ട് തന്നെ ഒന്നുകൂടെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിവിടെ വന്ന് നമ്മുടെ പാത്രത്തിലേക്ക് തട്ടിയിട്ടപ്പോൾ വേവിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു ജിലേബി ഉണ്ടോ, ഇത് പിന്നെ അവിടുന്ന്, അതായത് ശ്രീകുട്ടീനെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല, ആരോ ശ്രീകുട്ടീനെ കാണാൻ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ അത് തത്തയ്ക്ക് അവിടെ നിന്ന് കഴിക്കാൻ കൊടുത്തപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ അതിങ്ങനെ പൊതിഞ്ഞ് കൊണ്ടുവന്നതാണ്. ആ അവിയലൊക്കെ ചൂടായിട്ടുണ്ട്. ചോറ് ഞാൻ ആ പാത്രത്തിലേക്ക് തട്ടിയിട്ടു കേട്ടോ. ഇത് ശരിക്കും ഞങ്ങൾക്ക് 2 ദിവസം കഴിക്കാനുള്ള ചോറുണ്ടായിരുന്നേ. ഞങ്ങൾ ആ വന്നന്നും കഴിച്ചു. പിന്നെ പിറ്റേ ദിവസം ബാക്കിയുള്ള ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഒന്ന് തിളപ്പിച്ചെടുത്തു കേട്ടോ. ഞങ്ങളാണെങ്കിൽ അന്ന് നേരത്തെ കിടന്നുണ്ട്. വന്ന ദിവസം 7:30 ആയപ്പോഴത്തേക്കും 7:25 ആയപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും കിടന്നു. കാരണം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ അന്ന് ഞായറാഴ്ച രാത്രി ഭയങ്കര ചൂടൊക്കെ ആയതുകൊണ്ട് നമുക്ക് ശരിക്കും ഉറക്കമൊന്നും ശരിയായിട്ടുണ്ടായിരുന്നില്ല. 11:30-11:45 കിടന്നപ്പോൾ തന്നെ. പിന്നെ അതാ മക്കൾ 2 വന്ന പാടെ കുളിക്കാൻ വന്നിട്ടോ. തത്ത കുളി കഴിഞ്ഞ് ഇറങ്ങി, കിച്ചുമോള് കുളിക്കാൻ കയറിയിട്ടുണ്ട്. 2 തലയിലൊക്കെ എണ്ണയൊക്കെ തേച്ചിട്ടാണ് കുളിക്കണേ. ഇവിടുന്ന് പോയിട്ട് ശരിക്കും പറഞ്ഞല്ലേ മേല് കഴുകാനേ പറ്റുള്ളൂ. ശരിക്കും ഒന്ന് തല അണിച്ചിട്ടാണ് കുളിക്കാൻ പറ്റിയില്ല. കാരണം വെള്ളം ഉണ്ട്, കുളിക്കാം, വല്യമ്മ കുളിക്കാനൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇവർക്ക് അത്യാവശ്യം നല്ല വെള്ളം വേണം. അപ്പോൾ പിന്നെ ഞാൻ തന്നെയാണ് അവരോട് പറഞ്ഞത് വീട്ടിൽ പോയിട്ട് ശരിക്കും ആവശ്യമായിട്ട് കുളിക്കാൻ, മേല് കഴുകിയാൽ മതി എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞ് തുടക്കുകയാണ്. ഇനിയിപ്പോൾ എന്താ, എനിക്ക് കുളിക്കും കൂടെ വേണം. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് വിശേഷങ്ങളെന്ന് പറയാം കേട്ടോ. കൂട്ടുകാർക്ക് നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് മറക്കരുത് കേട്ടോ. അങ്ങനെ തൊടയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുളി കഴിഞ്ഞ് ഇറങ്ങിയിട്ട് നിലവിളക്ക് കഴുകാൻ മറന്നിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നിലവിളക്ക് കത്തിച്ചിട്ടില്ല, 2 ചന്ദനത്തിരി കത്തിച്ച് വയ്ക്കുകയാണ് കേട്ടോ. എനിക്ക് നിലവിളക്ക് കത്തിച്ചിട്ടില്ലെങ്കിലും ചന്ദനത്തിരി കത്തിച്ച് വെച്ചാൽ ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇനി ഞങ്ങൾ ചോറുണ്ണാനും കൂടി പോവുകയാണ് കേട്ടോ. കാരണം ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടില്ലല്ലോ, സമയം 5:45 ആയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് കൊണ്ടുവന്ന പലഹാരങ്ങളൊക്കെ ഇതുപോലെ ഓരോ ബോട്ടിലാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചേച്ചീൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുവന്ന കൊണ്ടാട്ടമുളക് ഉണ്ടല്ലോ, അത് ഞാൻ 2 ഇങ്ങനെ എണ്ണയിലൊന്ന് മൂപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ അവിയലും ഇതാ ഇരിക്കണേ. തത്ത ചോറുണ്ണാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ചോറുണ്ണാണ്. അപ്പോൾ ഇത്രയുള്ള വിശേഷം. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം കേട്ടോ.